ളെ മനസ്സിലാക്കി മുന്നോട്ട് ജീവിക്കാം. പറയുന്നത് OK ശൈലജ ടീച്ചർ, വിഷ്ണുമംഗലം, കോഴിക്കോട്. പ്രിയപ്പെട്ട കാഞ്ചീരവം ശ്രോതാക്കളെ, ഇന്ന് എനിക്ക് നിങ്ങളുമായി സംവദിക്കാനുള്ള വിഷയം മാറ്റങ്ങളെ മനസ്സിലാക്കി മുന്നോട്ട് ജീവിക്കാം എന്നതാണ്. അതായത്, നമുക്കറിയാം, കാലഗതിക്കനുസരിച്ച് പല മാറ്റങ്ങളും നമുക്ക് ചുറ്റും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. മാറ്റത്തിന് വിധേയമാണ് നാം എല്ലാം. മാറ്റം അനിവാര്യവുമാണ്. ജീവിതത്തിൽ നമ്മെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന കാര്യങ്ങളിലൊന്നാണ് നമ്മൾ സ്നേഹിച്ചവരുടെയും വിശ്വസിച്ചവരുടെയും മാറ്റം. ഒരിക്കൽ നമ്മളോട് വളരെ സ്നേഹത്തോടെ സംസാരിച്ചവർ പിന്നീട് അകലം പാലിക്കുമ്പോൾ, നമ്മളെ മനസ്സിലാക്കിയവർ പിന്നീട് നമ്മളെ തെറ്റിദ്ധരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അവർ ഇങ്ങനെ മാറിയത് എന്ന ചോദ്യം നമ്മുടെ മനസ്സിലുയരും. പക്ഷേ ഒരു സത്യം നാം മനസ്സിലാക്കണം. ആരുടെയും മാറ്റത്തെക്കുറിച്ച് വിഷമിക്കേണ്ട. ഇവിടെ ഒരു ബന്ധവും ശാശ്വതമല്ല. ഇത് ബന്ധങ്ങൾക്ക് വിലയില്ല എന്നതല്ല, മറിച്ച് ജീവിതത്തിൽ എല്ലാം ഒരേപോലെ നിലനിൽക്കണമെന്ന പ്രതീക്ഷ നമുക്കെല്ലായ്പ്പോഴും ശരിയാകണമെന്നില്ല എന്നതാണ്. കാലം മാറുന്നു, സാഹചര്യങ്ങൾ മാറുന്നു, മനുഷ്യരുടെ ചിന്തകൾ മാറുന്നു, അതോടൊപ്പം ചില ബന്ധങ്ങളും മാറുന്നു. ചിലർ നമ്മോടൊപ്പം ജീവിതം മുഴുവൻ ഉണ്ടാകും എന്ന് നമ്മൾ കരുതും. എന്നാൽ ചിലർ ഒരു പ്രത്യേക കാലഘട്ടം വരെ മാത്രമേ നമ്മുടെ ജീവിതയാത്രയിൽ കൂടെയുണ്ടാകൂ. അവർ മാറിപ്പോകുമ്പോൾ നമ്മൾ തകർന്നു പോകേണ്ടതില്ല. കാരണം ഓരോ മനുഷ്യനും അവരുടെ അനുഭവങ്ങൾക്കും സാഹചര്യങ്ങൾക്കും മുൻഗണനകൾക്കും അനുസരിച്ചാണ് പലപ്പോഴും മാറുന്നത്. അതുകൊണ്ട് ഒരാൾ മാറിയാൽ ആദ്യം നമ്മൾ നമ്മളെ തന്നെ കുറ്റപ്പെടുത്തരുത്. എന്റെ തെറ്റുകൊണ്ടാണോ? എനിക്കെന്താണ് കുറവ്? ഞാൻ മതിയായ സ്നേഹം നൽകിയില്ലേ? എന്നിങ്ങനെ ചിന്തിച്ച് നമ്മുടെ മനസ്സിനെ നാം തന്നെ വേദനിപ്പിക്കരുത്. ചില മാറ്റങ്ങൾക്ക് നമ്മൾ കാരണമാകണമെന്നില്ല. ചിലപ്പോൾ അത് അവരുടെ ജീവിത സാഹചര്യമായിരിക്കും, ചിലപ്പോൾ അവരുടെ മനോഭാവമായിരിക്കും, ചിലപ്പോൾ അവർ തെരഞ്ഞെടുത്ത വഴിയായിരിക്കും. നമുക്കെന്താണ് ചെയ്യാനുള്ളത്? ഒരാളുടെ മനസ്സ് പിടിച്ചു നിർത്താൻ ശ്രമിക്കുകയല്ല, മറിച്ച് മാറുന്ന യാഥാർത്ഥ്യങ്ങളെ അംഗീകരിച്ച് നമ്മുടെ മനസ്സിനെ സംരക്ഷിക്കുകയാണ് വേണ്ടത്. അതിനൊപ്പം ജീവിക്കാൻ പഠിക്കുക. ഇത് തോൽവിയല്ല, ഇത് ദുർബലതയുമല്ല, ഇത് ജീവിതാവബോധമാണ്. ആരെങ്കിലും അകന്നു പോയാൽ അവരുടെ പിന്നാലെ ഓടി നമ്മുടെ ആത്മാഭിമാനം നഷ്ടപ്പെടുത്തരുത്. ഒരാൾ നമ്മെ വിലമതിക്കാതിരുന്നാൽ നമ്മൾ നമ്മുടെ വില മറക്കരുത്. ഒരാൾ നമ്മളെ മനസ്സിലാക്കാതിരുന്നാൽ നമ്മുടെ സത്യസന്ധത ഉപേക്ഷിക്കരുത്. നമ്മുടെ സന്തോഷം ഒരാളുടെ പെരുമാറ്റത്തിൽ മാത്രം ആശ്രയിക്കരുത്. നമ്മുടെ സമാധാനം മറ്റൊരാളുടെ വാക്കുകൾക്ക് അടിമയാകരുത്. നമ്മളെ സ്നേഹിക്കുന്നവരെ നമുക്കും സ്നേഹിക്കാം, നമ്മളെ മനസ്സിലാക്കുന്നവരെ നമുക്ക് ചേർത്ത് പിടിക്കാം. എന്നാൽ ആരെങ്കിലും മാറിയാൽ ആ മാറ്റം നമ്മുടെ ജീവിതത്തിന്റെ അവസാനമാകരുത്. ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠമുണ്ട്. മാറുന്ന ആളുകളെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നതിലും നല്ലത് മാറുന്ന സാഹചര്യങ്ങളിൽ സ്വയം ശക്തരാകാൻ പഠിക്കുന്നതാണ്. ചിന്തിക്കുക, എന്റെ ജീവിതം മുഴുവൻ ഒരാളുടെ മാറ്റത്തെക്കുറിച്ച് വിഷമിച്ചുകൊണ്ട് ഞാൻ എന്നെ നഷ്ടപ്പെടുത്തണോ? പ്രവർത്തിക്കുക, എന്റെ കഴിവുകൾ വളർത്തുക, എന്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി മുന്നോട്ടു പോകുക, എന്റെ മനസ്സിന് സമാധാനം നൽകുന്ന കാര്യങ്ങൾ തിരഞ്ഞെടുക്കുക, എന്നെ വിലമതിക്കുന്നവരോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കുക. കാരണം മറ്റുള്ളവർ മാറുമ്പോൾ നാം തകരേണ്ടതില്ല. ചിലപ്പോൾ അവരുടെ മാറ്റം നമ്മെ കൂടുതൽ ശക്തരാക്കാനും കൂടുതൽ പക്വതയുള്ളവരാക്കാനും നമ്മുടെ സ്വന്തം മൂല്യം തിരിച്ചറിയാനും സഹായിക്കും. അതിനാൽ ആരുടെയും മാറ്റത്തെ ഭയക്കരുത്. ആരുടെയും അകൽച്ചയിൽ സ്വയം നഷ്ടപ്പെടുത്തരുത്. ബന്ധങ്ങളെ സ്നേഹിക്കുക, പക്ഷേ സ്വയം മറക്കരുത്. സാഹചര്യങ്ങളെ മനസ്സിലാക്കുക, പക്ഷേ പ്രതീക്ഷ നഷ്ടപ്പെടുത്തരുത്. മാറുന്ന ആളുകളെ സ്വീകരിക്കുക,
എന്നാൽ നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ നിന്ന് മാറരുത്. ഓർക്കുക, ആളുകൾ മാറാം, സാഹചര്യങ്ങൾ മാറാം, ബന്ധങ്ങൾ മാറാം, പക്ഷേ നമ്മുടെ ആത്മവിശ്വാസവും ജീവിത ലക്ഷ്യവും മാറരുത്. നമ്മൾ ചിന്തിക്കണം, നമ്മൾ പഠിക്കണം, നമ്മൾ മുന്നോട്ട് നടക്കണം. കാരണം ജീവിതം ആരെങ്കിലും നമ്മോടൊപ്പം നിന്നതുകൊണ്ട് മാത്രം മനോഹരമാകുന്നതല്ല. നമ്മൾ സ്വയം ശക്തരായി മുന്നോട്ടു പോകാൻ പഠിക്കുമ്പോഴാണ് ജീവിതം യഥാർത്ഥത്തിൽ മനോഹരമാകുന്നത്. നന്ദി, നമസ്കാരം. കവിത ലഹരിക്കെതിരെ. രചനയും ആലാപനവും ജെസി പുൽപ്പള്ളി, വയനാട്. ലഹരിക്കെതിരെ. ജീവിതം ലഹരിയായി മാറ്റേണം നാം, സൗഹൃദം ലഹരിയായി മാറ്റേണം നാം. ജീവിതം ലഹരിയായി മാറ്റേണം നാം, സൗഹൃദം ലഹരിയായി മാറ്റേണം നാം. പറയുവാൻ ഏറെയുണ്ടെങ്കിലും